ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് വീണ്ടും ആയിരിക്കാനും വചനം ധ്യാനിപ്പാൻ തന്ന സമയത്തെ ഓർത്ത്, ഈ ദിനത്തെ ഓർത്ത് കർത്താൻ നന്ദിയോടെ വീണ്ടും സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരെയും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുകയാണ്. നമ്മളായിരിക്കുന്നിടങ്ങൾ നമ്മളെ ദൈവം കാത്തു പരിപാലിക്കുന്നുവല്ലോ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. നമ്മൾ കേരളത്തിന് വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവം നമ്മളോട് കരുണ കാണിച്ച് അല്പം ആശ്വാസമൊക്കെ ആയി എന്ന് കേൾക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭക്തന്മാരുടെ ഐക്യതയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിങ്ങളുമായിരിക്കുന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുറവുകളെ നമ്മൾ താഴ്ത്തി ഏൽപ്പിച്ച് നമ്മുടെ ആത്മഭാരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനിയും വീണ്ടും പ്രാർത്ഥിക്കാം. ഒരാശ്വാസമായി എന്ന് നമ്മൾ കേൾക്കുന്നുവെങ്കിലും നമ്മൾക്ക് ഒന്നും കൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ഇതെല്ലാം നമ്മൾക്ക് ഇടയാകട്ടെ എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാവോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ. നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാവോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുമവൻ. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്നെ നിത്യമായ രാജ്യത്തെത്തിക്കും, അവിടെ ദുഃഖമില്ല, ഭാരവുമില്ല. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജനാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തു കൊള്ളുക. നിന്റെ നിത്യനാണവൻ, നിന്റെ രാജനാണവൻ, നിന്റെ പ്രിയനാണെന്നോർത്തു കൊള്ളുക. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്, മഹാസന്തോഷമുണ്ട്, ഉല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലഭൻ, എൻ്റെ കൂട്ടായിട്ടൻ കൂടെയുണ്ടല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാട്ടിൻ്റെ ട്യൂണൊന്നും നോക്കണ്ട, പാട്ടിൻ്റെ ഓരോ വരികളും നോക്കി അത് നിങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു വാക്ക്, അതിലെ ഒരു വരി അത് നമ്മുടെ ജീവിതത്തിന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര ശത്രു നേരിട്ടാലും നമ്മുടെ കൂടെയുള്ള നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രാണവല്ലഭനായ നമ്മുടെ കർത്താവ്, നിത്യതയ്ക്ക് നിത്യരാജ്യത്തിന് വേണ്ടി നമ്മളെ ഒരുക്കുന്നൊരു കർത്താവ് നമ്മളുള്ള നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. നമുക്ക് കർത്താവ് വചനത്തിൻ്റെ ദൈവവചന ധ്യാനത്തിനായിട്ട് നമുക്ക് ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4 വേഴ്സ് 7, യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനു എതിർത്ത് നിൽപ്പിൻ,
ആകയാൽ നിങ്ങൾ ദൈവത്തിനെ കീഴടങ്ങുവിൻ, പിശാചിനെ എതിർത്ത് നിൽപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച ദൈവത്തിനെ തുമ്പി നമ്മൾ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമുക്ക് ചോദിക്കാം, നമ്മൾ ആർക്കാണ് കീഴ്പ്പെട്ടിരിക്കുന്നത്? ദൈവത്തെ നമ്മൾ ആരോടാണ് എതിർത്ത് നിൽക്കുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിനെ കീഴടങ്ങിയായിട്ട് ഇരിക്കുകയാണോ, അത് പിശാചിനെ കീഴടങ്ങിയിരിക്കുകയാണോ, അത് ദൈവത്തോട് എതിർത്ത് നിൽക്കുകയാണോ, അത് പിശാചിൻ്റെ എതിർത്ത് നിൽക്കുകയാണ്? ഇന്ന് പകൽക്കാലം നിനക്ക് വായിച്ച് ധ്യാനിച്ച വചനത്തുമ്പിൽ നമുക്കൊന്ന് ഓർന്ന് ശോധന ചെയ്യാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ വചനത്തിലൂടെ നമ്മോട് ഓർപ്പിക്കുന്നത് ദൈവത്തോട് എതിർത്ത് നിൽക്കാനല്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, മറിച്ച് ദൈവത്തിനെ കീഴടങ്ങുവാനും പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ താഴുന്നവർക്ക് ദൈവം അധികം കൃപ നൽകുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞാൻ എന്നും എവിടെയും പറയാറുണ്ട്, നമ്മൾ ദൈവസന്നിധി എത്രയും താഴാവോ അത്രയും താഴ്ന്നാൽ ദൈവം നമ്മൾക്ക് അധികം കൃപ തരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവസന്നിധി എത്രയോളം താഴ്ന്നാൽ അതിന്മേൽ താഴുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി തരും. നമ്മുടെ വിഷയങ്ങൾക്ക് നമ്മൾക്ക് വിടുതലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ആമേൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ഹല്ലേലൂയ. നിഗളം അഹങ്കാരം എന്ന് പറഞ്ഞ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. സങ്കീർത്തനത്തിൽ 18-ാം സങ്കീർത്തനത്തിൽ 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നിഗളിച്ച് നടക്കുന്നവരെ ദൈവം താഴ്ത്തുമെന്നാണ് സങ്കീർത്തനക്കാരൻ നമ്മളോട് സങ്കീർത്തനോട് നമുക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സ്ഥലം എത്രയും താഴാവോ അത്രയും താഴുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നത് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ നന്മകളാണെന്നും ദൈവത്തിൻ്റെ കൃപ കൊണ്ടുമാണെന്നുമുള്ള ഒരു വിശ്വാസം, ഒരു സുബോധം എനിക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നിഗളിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിഗളം കൊണ്ട് നടക്കുന്നതല്ല ഒരു നിമിഷം കൊണ്ട് കർത്താവിനെ എടുത്തു മാറ്റാൻ കഴിയുന്നാൽ അതിനൊന്നും ഇടയാകാതെ നിഗളിക്കുന്നവരെ ദൈവം എതിർക്കുന്നു എന്ന് ഇന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ദൈവീയ ശുശ്രൂഷയ്ക്കും ദൈവത്താൽ നിയോഗിതരായ അഭിഷക്തന്മാർക്കും ദൈവവചനത്തിനും പരിശുദ്ധാത്മാവിനും വിധേയപ്പെടുക എന്നതാണ് ഈ വചനത്തോട് നമ്മൾ കർത്താവ് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകനായിരിക്കുമ്പോൾ ആ ശുശ്രൂഷകന് വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവസഭയെ നടത്താനുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ ദൈവമക്കളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അവർ ഏത് വർഷത്തിലൂടെ കടന്നുപോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, ഹല്ലേലൂയ, അവിടെ കർത്താവ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ശുശ്രൂഷകന്മാർക്ക്, അവർക്ക് അഭിഷക്തന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഈ വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾക്ക് ഓർക്കണം, ദൈവത്തിന് അഭിഷക്തനുമായ ശുശ്രൂഷകന്മാർക്കും ദൈവവചനത്തെ നമ്മൾ കീഴ്പ്പെട്ട് ആയിരിക്കണമെന്ന് ഈ വചനത്തിലുള്ള കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിനെ കീഴുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക. ഹല്ലേലൂയ. ദൈവവചനം അനുസരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കതാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിനെ കീഴടങ്ങുമെന്ന് പറഞ്ഞാൽ ദൈവഹിത പ്രകാരമല്ല, ദൈവത്തിനെതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല, ദൈവഹിത പ്രകാരമുള്ള ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല. എന്നാൽ എനിക്ക് മനസ്സിലായത് ഈ വചനത്തിലൂടെ ദൈവത്തിനെ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം അനുസരിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, ക്രിസ്തു ആഗ്രഹിക്കുന്ന പ്രകാരം ജീവിതം നടത്തുക എന്നുള്ള ദൈവത്തിന് കീഴ്വഴങ്ങുക എന്നുള്ളതിന് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നമ്മളെപ്പോഴും പാപത്തോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ദുഷ്ട നിറഞ്ഞ ലോകത്തായിരിക്കുന്നു. ഈ ലോകത്തിൽ പിശാച് നമ്മളെ പ്രലോഭനങ്ങളിലാക്കാൻ ഇങ്ങനെ ഓടി നടക്കാൻ ഒരു സിംഹം എന്ന പോലെ അലറി നടക്കുന്നതാണ് നമ്മുടെ ലോകത്തിലെ പിശാച്. എന്നാൽ അതിനെല്ലാം അങ്ങനെ നമ്മൾ അറിയുമ്പോൾ ലോകത്തിൻ്റെ പിശാച് ഓരോ തന്ത്രങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വരുമ്പോൾ നമ്മൾ അതിനെ വിവേചിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതിനെ എതിർത്ത് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. എന്നാൽ പിശാചിനെ എതിർത്ത് നിൽക്കാൻ പിശാചിനോടും എതിർത്ത് നിൽക്കാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പാപത്തിൻ്റെ ശക്തികൾ ഒരു മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ ഹല്ലേലൂയ അതിനെ എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. പാപം എന്ന് പറയുന്നത് ചെറിയോ വലിയ ഒരു പാപം ദൈവത്തിൻ്റെ കണ്ണിലില്ല. എന്നാൽ പാപം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. അങ്ങനെ പാപത്തിൻ്റെ ഒരു സ്വാധീനം നമ്മൾ ജീവിതത്തിൽ കടന്നു നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെ വിവേചിച്ചറിഞ്ഞ് ഹല്ലേലൂയ അതിൽ നിന്ന് അതിനെ എതിർത്ത് നിൽക്കാനുള്ള ദൈവകൃപയ്ക്കായി ഞാൻ
വചനങ്ങളും പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ എവിടെ തിരിഞ്ഞാൽ നമ്മുടെ പ്രലോഭനങ്ങളിൽ എടുത്താനുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനുമുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയിലായിരിക്കുമ്പോൾ അതിനെ എതിർത്ത് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, പിശാച് തന്ത്രങ്ങളെ എനിക്ക് എതിർത്ത് നിൽക്കണമെന്നുള്ള ഹൃദയത്തിൽ, എൻ്റെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവം അതിന്മേൽ കൃപ തന്ന് അതിനെ എതിർത്ത് നിൽക്കാൻ വേണ്ടി സഹായിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഹല്ലേലൂയ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവാനും നമുക്ക് പോരാട്ടമുള്ള ജനരക്തം, നമുക്ക് സുപരിതമായ വചനമാണല്ലോ. പോരാട്ടമുള്ളത് ജനരക്തം കൊണ്ടല്ല, താഴ്ചകളും അധികാരം കൂടെ ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപരോടും ആകാശമണ്ഡലങ്ങളിൽ ദുഷ്ടാത്മസനോടെ യാത്രയെന്ന് പൗലോസ് ഓർപ്പിക്കും. ദൈവത്തിൻ്റെ സ്തോത്രങ്ങൾ നമുക്ക് സുപരിതമായ വചനമാണല്ലോ. ഹല്ലേലൂയ. ദൈവത്തിനെ കീഴടങ്ങുന്നത് എന്ന് പറയുന്നത് നമ്മൾ തോറ്റുപോകാത്ത, അത് നമ്മൾ ദൈവത്തിനെ കീഴടങ്ങുന്നത് പറഞ്ഞാൽ ചിലർ ഓർക്കും നമ്മളത് ദൈവസ്ഥലങ്ങളിൽ തോറ്റുപോകുകയാണ്. അല്ല, നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്നത് തോറ്റിട്ടല്ല. ഹല്ലേലൂയ. ശത്രുവായ പിശാചിനെ തോൽപ്പിക്കുവാനാണ് ദൈവത്തിന് കീഴടങ്ങെന്ന് പറയുന്നത്. ദൈവത്തിന് കീഴ്പ്പെട്ടാൽ ശത്രുവായ പിശാച് നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിച്ചിട്ടല്ലാതെ ഈ സ്വന്തം ശക്തി കൊണ്ട് പിശാച് തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയത്തില്ല. ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കണം. അങ്ങനെയായിരിക്കും നമ്മുടെ പിശാചിൻ്റെ തന്ത്രങ്ങളോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും. മനുഷ്യൻ്റെ ശക്തിയാൽ ഒരിക്കലും ഒരു പിശാച് തന്ത്രങ്ങളെ നമുക്ക് ജയിക്കുവാനോ അതിന്മേൽ നേരിടുവാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ആശ്രയിച്ച് പിശാച് തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ അവൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇന്നും ദൈവജനം പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭാഷയിൽ അല്പം ഞാൻ എഴുതുന്നതും അത് പറയുമ്പോഴൊക്കെ അല്പം തെറ്റുകളുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. അന്ധകാര ശക്തികൾ അവൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനം പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തികൾ കാണുന്നത് പിശാചിനോട് കൂടെ യാത്ര ചെയ്യാനല്ല നമ്മുടെ കർത്താവിൻ്റെ വചനത്തിലൂടെ പക്ഷേ നമ്മളെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ. അന്ധകാര ശക്തി നമ്മുടെ ചുറ്റിനുള്ളപ്പോൾ ഹല്ലേലൂയ അതിൻ്റെ അന്ധകാര ശക്തി അതിൻ്റെതായ പ്രവർത്തനം നമ്മുടെ ചുറ്റിനും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളായ ദൈവജനം ദൈവമക്കൾ എന്ന് പറയുന്നവർ പിശാചിനോട് എതിർത്ത് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ശാരീരിക വേദനകളും രോഗദുഃഖങ്ങളും പ്രതിസന്ധികളും പിശാച് കൊണ്ടുവരാം. ഹല്ലേലൂയ. ഒരു ദൈവപ്പൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ കൊണ്ടുവരാം. പിശാച് സർവ്വശക്തി. എന്നാൽ നമ്മൾ ഓർക്കണം, ആ പിശാച് അങ്ങനെയൊക്കെ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാലും ഹല്ലേലൂയ എന്ന് ഓർക്കണം, പിശാച് ഒരു സർവ്വശക്തനല്ല, പിശാച് ഒരു സർവ്വവ്യാപിയല്ല. നമ്മുടെ ദൈവമാണ് സർവ്വശക്തൻ, നമ്മുടെ ദൈവമാണ് സർവ്വവ്യാപി. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാകുമ്പോൾ പിശാചിനെ എതിർത്ത് ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പിശാചിനോട് എതിർത്ത് നിന്നാൽ ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ പ്രവർത്തികൾ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു സാത്താനെ നേരിട്ടത് ദൈവവചനത്തിലൂടെയാണ്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാത്താൻ്റെ പ്രവർത്തികൾ നേരിടാൻ നമ്മുടെ സ്വന്തം ശക്തിയാൽ ഒരിക്കലും ചെയ്യരുത്. ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. യേശു പരീക്ഷിക്കപ്പെട്ടവളെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളെ നേരിട്ടത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ അത്രയും താഴുകയും വചനത്തിൽ ആശ്രയിക്കുകയും ചെയ്താൽ നാം ദൈവത്തിന് കീഴടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. ദൈവത്തെ നമ്മൾ അനുസരിക്കണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കീഴടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് കീഴടങ്ങുമ്പോൾ സാത്താൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നമ്മൾ സാത്താൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. പേടിക്കുമ്പോൾ സാത്താൻ അതിന്മേൽ അങ്ങനെ ആകുമ്പോൾ സാത്താൻ അറിയാം ഭയം പിശാചിൽ നിന്ന് ഭയം എന്ന് പറഞ്ഞ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതല്ല, സാത്താൻ ഇരുന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ സാത്താൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ കടന്നപ്പോൾ ഒരിക്കലും ഭയപ്പെടരുത്. അന്നേരം അതിനെ വചനത്തിൽ വായിച്ചും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തിൽ പൂർണ്ണമായിട്ടും വചനത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പിശാച് എന്തെങ്കിലും ആ സാത്താൻ്റെ പ്രവർത്തികളെല്ലാം നമുക്ക് തകർക്കുവാനും അതിന്മേൽ ജയമെടുക്കുവാനും കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
നമുക്ക് പിശാചിൻ്റെ പ്രവൃത്തികളെ എതിർത്ത് നിൽക്കാൻ വേണ്ടി അത്യന്ത കൃപ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. കൃപമേൽ കൃപ തന്ന് ഓരോ നിമിഷവും നടത്തുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിനും അപ്പോൾ സാത്താൻ്റെ പ്രവൃത്തികളെ അത് എതിർത്ത് നിൽക്കാൻ വേണ്ടി നമുക്ക് അത്യന്തം കൃപ ദൈവസേനയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. അത്യന്ത കൃപ ആവശ്യമാണെങ്കിൽ നമ്മൾ ദൈവസ്ഥയിൽ താഴേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവകൃപയിലും ദൈവീയ സാന്നിധ്യത്തിലും പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലുമായിരുന്നാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറയട്ടെ. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾക്ക് ഞാൻ പറഞ്ഞ ഒത്തിരി പ്രലോഭനങ്ങൾ നമ്മളെല്ലാവരും പോകുന്നിടത്തൊന്നും ദൈവമക്കൾക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരും കഴിക്കുന്നതെല്ലാം ദൈവമക്കൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് ഒരു വേർപാടിൻ്റെ ആവശ്യമായിരിക്കുന്നതാണ്. നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവിടെയുള്ള പിശാചിൻ്റെ ഈ ലോകത്തിൻ്റെ പിശാചിൻ്റെ പ്രലോഭനങ്ങളിൽ അത് നമ്മളെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാകുമ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരെ ഇടം കൊടുക്കുന്നു. അങ്ങനെ അവിടെയാണ് നമ്മൾ വേർപെട്ട് നിൽക്കേണ്ടതും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുകയും ചെയ്യേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചാൽ പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ബലഹീനതകളെ പിശാചിനറിയാം. ഹല്ലേലൂയ. എന്നാൽ പിശാചിന് ആ ബലഹീനതകളെ നോക്കി അതിനകത്തൂടെ പിശാച് എന്തെങ്കിലും നമ്മളെ തകർക്കുവാനായിട്ട് ശ്രമിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ട് ഇത് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്നുള്ളതല്ല, അത് കർത്താവിൻ്റെ കാര്യമല്ല എന്ന് മനസ്സിലാക്കി, ഇത് പിശാചി എന്തോ എൻ്റെ ജീവിതത്തിൽ എന്നെ തകർക്കുവാൻ ഒരുക്കുന്നെന്ന് മനസ്സിലാക്കി അതിനുമേൽ ജയം പ്രാപിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ ഹല്ലേലൂയ ദൈവത്തിലും ആശ്രയിച്ചിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദൈവത്തെ അറിയുമെന്നും ദൈവജനം അറിയുമെന്നും പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവമുണ്ടെന്ന് അറിയാം. നമ്മളെ എല്ലാ ലോകത്തിലുള്ള എല്ലാവർക്കും ഒരു ദൈവമുണ്ടെന്ന് അറിയാം. ഹല്ലേലൂയ. ഒരു സൃഷ്ടിതാവുണ്ടെന്ന് അവർക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എന്നാൽ ആ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഒരു സുവിശേഷം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എന്നാൽ ദൈവവചനം വായിക്കണം, ആ വചനം അനുസരിക്കണം. ആ ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിതത്തിലൊരു എൻകൗണ്ടർ ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ ദൈവത്തെ അറിയണമെങ്കിൽ യാതൊരുവിധ മധ്യസ്ഥങ്ങളുടെയും ആവശ്യമില്ല. ഹല്ലേലൂയ. ലോകത്തിനും മനുഷ്യർക്കും മധ്യ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, അത് യേശുക്രിസ്തു മാത്രം. അതിനു വേണ്ടിയിട്ട് ഒരു പുണ്യാളന്മാരുടെ അടുത്തോ ഒരു നേർച്ചകാഴ്ചകൾ കൊടുത്തിട്ടോ ദൈവം ആരാണെന്ന് അറിയേണ്ട യാതൊരു കാര്യവുമില്ല. നമുക്ക് തന്നിരിക്കുന്ന സത്യവേദ പുസ്തകം എന്ന് പറയുന്നതാണ് നമ്മുടെ സുവിശേഷം. അതാണ് നമ്മുടെ ദൈവം. വചനം ദൈവമാകുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു വചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഈ വചനമാണ് ദൈവം, ദൈവമാണ്. ഈ വചനത്തെ നന്നായിട്ട് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴും ദൈവത്തെ നന്നായിട്ട് അറിയുകയും ചെയ്താൽ അറിയുകയും ചെയ്യുമ്പോൾ പിശാചുതങ്ങൾ നമുക്ക് തകർക്കാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ അനുസരിക്കുന്നു പറയുമ്പോൾ ദൈവജനം അനുസരിക്കുന്ന പോലെ നമ്മളെപ്പോഴും രക്ഷിക്കപ്പെടുന്ന കാര്യം പറയാറുണ്ട്. ഹല്ലേലൂയ. റോമർക്കയുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു മരിച്ചെന്ന് മരിച്ചുയർത്തെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നുള്ള വചനം നമ്മൾ പറയുമ്പോൾ അത് ആൾക്കാർക്ക് പുച്ഛമാണ്. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നെന്ന് പറയുമ്പോൾ ദൈവവചനം അനുസരിക്കുന്നു പറയുമ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ അത് ചെയ്തുകൂടെ? അതെനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അതിനെ എതിർക്ക് കേൾക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കർത്താവിൻ്റെ കൽപ്പനയായ മുഴുവൻ സ്നാനം ഏൽക്കുമെന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിന് അതിനെന്തിനാണ് നമ്മൾ ശാഠ്യം കാണിക്കുന്നത്? നമ്മൾ എന്തിനാണ് അത് അനുസരണക്കേട് കാണിക്കുന്നത്? എന്തൊക്കെ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിച്ചു പോയി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പിശാച് തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് വചനം അനുസരിക്കുന്ന ദൈവത്തെ അറിയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. അത്യന്ത കൃപ ദൈവത്തിൽ നിന്ന് കർത്താവിൽ നമുക്ക് പ്രാപിച്ചെടുക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ധ്യാനിച്ച വചനത്തിൽ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. ഈ വചനം നിങ്ങളെ ശക്തീകരിക്കുക, ഒന്നുകൂടി നമ്മളെ ശോധന ചെയ്യുവാനും ഇത് മുഖാന്തരം തീരട്ടെ എന്ന് ഞാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എൻ്റെ വീഡിയോയുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. എന്നാൽ നമുക്ക് പരസ്പരം അവിടെ ആയതുകൊണ്ട് നമ്മൾ മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഐക്യ ദൈവസഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും മനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധഭീഷണിക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രവാസികളായി പാർക്കുന്നവരുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്ന ജോലി നഷ്ടപ്പെട്ടു പോരുണ്ടല്ലോ, അവർക്ക് ജോലി മടക്കി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കമ്പനികളെല്ലാം വീണ്ടും പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം നമ്മുടെ വിഷയങ്ങൾ, മറ്റുള്ള വിഷയങ്ങൾ, അവരുടെ വിഷയങ്ങൾ, നമ്മുടെ സ്വന്തമായ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഒരാളും പരത്തോളം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് കേൾപ്പിച്ച് വന്ന് നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് സമർപ്പിക്കാം. ദൈവത്തിന് കീഴടങ്ങിയിരിക്കുവാൻ, പിശാചിനെ എതിർത്ത്
നിൽക്കുവാൻ, എതിർത്ത് നിൽക്കുവാൻ. അതിനാൽ ദൈവവചനം അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. ദൈവകൃപയിൽ ഓരോ നിമിഷമായിരുന്നു ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാം, ദൈവത്തിനായി കീഴടങ്ങിയിരിക്കാം. ദൈവവചനത്താൽ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേട്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും നമുക്ക് കർത്താവ് ഒരു ദിനം ഒരുക്കിയാൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം, വചനം ധ്യാനിക്കാം. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.